അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിർ റസൂലില്ലാഹ് വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദീഉസ് സമാവാതി വൽ അർദ്. അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ബിദ്അത്ത് സാധാരണ നമ്മുടെ സമൂഹത്തിൽ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. സമൂഹത്തിലെ ഒരുപാട് വലിയ വലിയ ഉസ്താദുമാർ ബിദ്അത്തിൻ്റെ ആളുകളെ പരാജയപ്പെടുത്തണമെന്നും ബിദ്അത്തിൻ്റെ ആളുകളെ പരാജയപ്പെടുത്തണമെന്നും ബിദ്അത്തിൻ്റെ ആളുകളെ നശിപ്പിക്കണമെന്നും അവരെ വർജിക്കണമെന്നും ഒക്കെ വളരെ വലിയ ശബ്ദത്തിൽ പറയുന്നത് നാം കേൾക്കാറുണ്ട്. ബിദ്അഴികളോട് സലാം പറയരുത്, ബിദ്അത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് യാതൊരു ബന്ധവും പാടില്ല, അവരുടെ വിവാഹങ്ങളിലോ അവരുടെ മരണാനന്തര ക്രിയകളിലോ നിങ്ങൾ സഹകരിക്കരുത് എന്നൊക്കെ പറയുന്ന സഹോദരന്മാരുടെ വഴുതുകളും ഉപദേശങ്ങളുമൊക്കെ നാം സാധാരണ കേൾക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. ഒന്ന്, എന്തായാലും ബിദ്അത്തിൻ്റെ ആളുകൾ അപകടകാരികളാണ്. ബിദ്അത്തുമായി ബന്ധപ്പെട്ട ആളുകൾ സമൂഹത്തിൽ ഒരുപാട് ഛിദ്രതയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളവരാണ് എന്ന ഒരു കാര്യം. അതോടൊപ്പം മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. എന്താണ് ബിദ്അത്ത്, ആരാണ് മുബ്തദി എന്ന ആലോചന. നമ്മളിന്ന് ഈ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ചിലത് ഒന്നിച്ചിരുന്ന് ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സദസ്സിൽ ഉള്ളവരാരും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ പാഠം ഇന്ന് പഠിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുള്ള, പല വശങ്ങളെക്കുറിച്ചും നമുക്കൊരുപാട് അറിയാവുന്ന ഒരു വിഷയത്തെപ്പറ്റി അതിൻ്റെ ഗൗരവം ഒന്നുകൂടി ഓർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം ചർച്ചയ്ക്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ മാസങ്ങളിലും ഓരോ കാലങ്ങളിലും പുതിയ ഓരോരോ ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിൽ പുതിയതായി ജന്മം കൊള്ളുകയും അത് ആളുകൾ ആഘോഷിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ അടുത്ത് പിന്നിട്ട മാസം റജബ് മാസം, ഇനി വരുന്ന നമുക്ക് അനുഭവപ്പെടാൻ പോകുന്ന ശഅബാൻ മാസം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ സമ്പ്രദായങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പ്രവാചക ശിഷ്യന്മാർ ഒരിക്കലും കേൾക്കുകയോ പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവാചക ശിഷ്യന്മാർ ഒരിക്കൽ പോലും കാണുകയോ ചെയ്തിട്ടില്ലാത്ത പുതിയ സംഭവങ്ങൾ ഇങ്ങനെ ഏതെല്ലാം കാലങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
കഴിഞ്ഞ ഒരു പക്ഷേ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളാരും കേട്ടിട്ടില്ലാത്ത പുതിയ സമ്പ്രദായങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ പള്ളികളും നമ്മുടെ വീടുകളിൽ പല വീടുകളും അതിന് സാക്ഷിയാവുന്നു. ഇപ്പം മയ്യത്ത് നമസ്കാരത്തിന് കാത്തിരിക്കുന്ന സമയത്ത് ഏത് സാഹചര്യങ്ങളിലും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു ഭക്തിയുണ്ട്. ആ മയ്യത്ത് മുന്നിൽ വെച്ച് നമസ്കരിക്കാൻ ഉളു ചെയ്യാനുള്ള ആളുകളെ കാത്തിരിക്കുന്ന ഒരു സമയം, മനസ്സ് നിറയെ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ചിന്തകൾ മാത്രം. ആരും പരസ്പരം സംസാരിക്കുന്നില്ല, ആരും മറ്റൊരു കാര്യത്തെപ്പറ്റിയും ആലോചിക്കുന്നില്ല. ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇപ്പോൾ അവിടെയും മറ്റു ചില ആചാരങ്ങൾ കടന്നുകൂടി. പള്ളിയിൽ കയറി നിന്നാൽ നമസ്കാരത്തിന് കാത്തിരിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ ബഹളം കൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആർത്തു വിളിക്കുന്നൊരു സമ്പ്രദായം ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും നമ്മുടെ പ്രദേശങ്ങളിലില്ല. ഇപ്പോൾ പുതുതായി വന്നു ചേർന്നത്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ മതത്തിൽ ഒരു പുതിയ സമ്പ്രദായം പണ്ടില്ലാത്തത് കൂട്ടിച്ചേർക്കുമ്പോൾ മതകീയമായി എന്താണ് അതിൻ്റെ ന്യായീകരണം, എന്താണ് അതിൻ്റെ വിശദീകരണം എന്ന് ആലോചിക്കുകയാണ് ബിദ്അത്തിനെ പറ്റിയുള്ള ചിന്തയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരാശയത്തെ അല്പം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു എന്ന് സമാധാനിക്കുക. ബിദ്അത്ത് എന്ന ഭാഷയിൽ പറയുന്നത് പുതിയ കാര്യം, പുതിയ സമ്പ്രദായം എന്ന അർത്ഥത്തിലാണ്. ഭാഷാപരമായി ഒരു പ്രയോഗം, പണ്ട് മാതൃകയില്ലാത്തൊരു കാര്യം ഉടലെടുക്കുക, ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ ആശയം, ഇതെല്ലാം ഭാഷാപരമായി ബിദ്അത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈ പദപ്രയോഗം വന്നിട്ടുണ്ട്. നമ്മൾ ഓതിക്കേട്ട ആയത്ത് ഖുർആനിലെ അള്ളാഹുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അവൻ്റെ സവിശേഷമായ ഒരു ഗുണത്തെ പറ്റി പറയുന്ന വചനമാണ്. ബദീഉസ് സമാവാതി വൽ അർള്. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്ന് മാത്രമല്ല, മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അതാണ് ബദീഉ എന്നതിൻ്റെ അർത്ഥം. ബദ എന്ന പദത്തിൽ നിന്നാണ് ഈ ബദീഉ, ബിദ്അത്ത് എന്ന പദങ്ങളെല്ലാം നിഷ്പന്നമായിരിക്കുന്നത്. പുതിയത്, മുൻ മാതൃകയില്ലാത്തത്. അള്ളാഹു ഏതെങ്കിലും ഒരാളുടെ സൃഷ്ടി നോക്കി ഒരു മോഡൽ സ്വീകരിച്ചുകൊണ്ടല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മോഡൽ ഇല്ലാതെയാണ്. അതാണ് അള്ളാഹുവിനെ ബദീഉസ് സമാവാതി വൽ അർള് എന്ന് വിശേഷിപ്പിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ള തന്നെക്കുറിച്ച് പ്രതിപാദിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട ഒരു വചനം, ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു ബിദ്അത്തല്ല എന്ന് പറഞ്ഞാൽ മാതൃകയില്ലാത്ത ഒരു നിയോഗമല്ല എൻ്റെ നിയോഗം. മറിച്ച് മുമ്പും ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്, ഒരുപാട് ദൈവദൂതന്മാർ വന്നിട്ടുണ്ട്. ആ ദൂതന്മാരിൽ ഒരാളാണ് ഞാനും എന്നാണ് മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ എന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൻ്റെ ആശയം. സാധാരണ പറയുക ഇബ്തദാ ഫുലാനുൻ ബിദ്അത്തൻ എന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇബ്തദാ ത്വരീഖത്തൻ ലം യുസ്ബഖ് ബിമിസ്ലിഹ എന്നാണ്. അഥവാ ഇബ്തദാ ഫുലാനുൻ ബിദ്അത്തൻ എന്ന് ഭാഷയിൽ പ്രയോഗിച്ചാൽ ഒരാൾ ഒരു ബിദ്അത്തുണ്ടാക്കി എന്ന് ഭാഷാപരമായ ഒരു പ്രയോഗത്തിന് ഇബ്തദഅ ത്വരീഖത്തൻ ലം യുസ്ബഖ് ഇലൈഹ, മുൻ മാതൃകയില്ലാത്ത ഒരു വഴി അയാൾ സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ഇങ്ങനെ ബിദ്അത്ത്, ഭാഷാപരമായ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നമുക്കേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. ബിദ്അത്തുകളെ സാധാരണ രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന് ആദാത്തിലുള്ള ബിദ്അത്ത്, സമ്പ്രദായങ്ങൾ, നാട്ടിലെ മാമൂലുകളായി അല്ലെങ്കിൽ സാമ്പ്രദായികമായി കുടുംബപരമായി ഉണ്ടാകുന്ന ചില ബിദ്അത്തുകളുണ്ട്. അത് നാട്ടാചാരം എന്ന നിലയ്ക്ക് നടന്നു വരുന്ന, കോഴിക്കോട്ട് പ്രദേശത്തുള്ള കല്യാണ രീതിയോ വിവാഹ രീതിയോ ആയിരിക്കില്ല മലപ്പുറത്തോ മറ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നടക്കുക.
ഇവിടെ ഒരു വിവാഹാഘോഷം നടന്നാൽ ആ വിവാഹാഘോഷത്തിൻ്റെ രീതിയാവില്ല മറ്റൊരു പ്രദേശത്തെ വിവാഹാഘോഷത്തിന് സ്വീകരിക്കുക. അത് പക്ഷേ ഒരു മതകീയമായ ആചാരം എന്ന നിലക്കല്ലാത്ത ആദിയായ സാമ്പ്രദായികമായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായി നടക്കും. ഇത് ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ കുല്ലു ബിദഅത്തിൻ ദലാല എന്ന ഹദീസോതി ഇങ്ങനെ നടത്തപ്പെടുന്ന കല്യാണങ്ങളെല്ലാം ബിദഅത്താണ് എന്ന് പ്രസംഗിക്കേണ്ടതുണ്ടോ? തീർച്ചയായും അങ്ങനെയല്ല. ആദാത്തുകളുടെ കാര്യത്തിൽ സാമ്പ്രദായികമായി സമ്പ്രദായം എന്ന അർത്ഥത്തിൽ പല നാട്ടിലും നടന്നു വരുന്ന പതിവ് സമ്പ്രദായങ്ങളിൽ അതിനെക്കുറിച്ച് പൊതുവായി പറഞ്ഞാൽ അനുവദനീയം എന്നാണ് അതിൻ്റെ വിധി. കാരണം ആദാത്തുകളെ സംബന്ധിച്ച് അത് നിഷിദ്ധമായ ആചാരങ്ങളിലേക്ക് വഴുതിപ്പോവാത്ത കാലത്തോളം, നിരോധിക്കപ്പെട്ട വിരോധിക്കപ്പെട്ട കാര്യങ്ങളുമായി അതിന് ബന്ധമില്ലാത്ത സമയത്തോളം സാധാരണയായ ആദത്തുകൾ സമ്പ്രദായങ്ങൾ അതിൻ്റെ വിധി മുബാഹ് അനുവദനീയം എന്നാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊന്ന് ദീനിലുള്ള ബിദഅത്താണ്. മതത്തിൽ ഒരു പുതിയ കാര്യം കൂട്ടിച്ചേർക്കുക, അതിൻ്റെ വിധി മുഹറം നിഷിദ്ധം എന്നതാണ്. കാരണം മതപരമായ കാര്യങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ വിധി വിലക്കുകൾ നിർദ്ദേശിതമായ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടേണ്ടതാണ്. ദൈവികമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ് ദീൻ. അതുകൊണ്ട് തന്നെ ദീനിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കിയാൽ അതിന് പൊതുവെ പറയുന്ന വിധി അത് നിഷിദ്ധമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഹദീസുകളിൽ ഈ കാര്യം വളരെ ശക്തമായി നിരോധിക്കുന്നത് നമുക്ക് കാണാം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഇക്കാര്യത്തിൽ അഥവാ മതത്തിൽ പുതിയതായ ഒരു സമ്പ്രദായം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവർത്തനം മതപരമായി മതകീയമായി മതാചാരമായി മതം എന്ന നിലയ്ക്ക് അംഗീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അത് തള്ളിക്കളയേണ്ടതാണ്. ഈ ബിദഅത്തുകൾ പല രീതിയിലുണ്ടാകാം. അതിലൊന്ന് വാക്ക് മുഖേനയും വിശ്വാസത്തിലും ഉണ്ടാകുന്ന ബിദഅത്തുകളാണ്. വാക്കിലൂടെ വരുന്ന വാചകരൂപത്തിലുള്ള ബിദഅത്തുകൾ, നമ്മുടെ നാവിലൂടെ നാം പറയുന്ന ദിക്റുകളായി പ്രാർത്ഥനകളായി ഒക്കെ വരുന്ന പുതിയ പുതിയ പ്രാർത്ഥനകളും ഔറാദുകളും ദിക്റുകളുമൊക്കെ. ഇഴ്തിഖാദിലും അതുണ്ടാകാം. വിശ്വാസകാര്യം, നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഇസ്ലാമികമായ ആശയങ്ങളുമായി ബന്ധമില്ലാത്ത പുതിയ വിശ്വാസകാര്യങ്ങളെ പല പണ്ഡിതന്മാരും ഉദാഹരണത്തിന് പറയുന്നത് ജഹ്മുബ്നു സഫ്വാൻ്റെ ജഹ്മിയ്യത്ത്, മുഅ്തസിലത്ത്, അതുപോലെ ഖദരിയത്ത് തുടങ്ങി ഇസ്ലാമിക സമൂഹത്തിൽ അവാന്തര വിഭാഗങ്ങളായി വിഭജിതമായി ഒരുപാട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ അവരുടെ വിശ്വാസകാര്യങ്ങളും അവരുടെ പ്രത്യേകമായ രീതികളുമാണ് ഇതിനുദാഹരണമായി പറയാറുള്ളത്. അതുപോലെ ഷിയാക്കളും പ്രത്യേകിച്ച് തീവ്രവാദികളായ റാഫിളിയാക്കളുമല്ല. ഇനി ഇബാദത്തിൻ്റെ കാര്യത്തിലുള്ള ബിദ്അത്തുകളോ അള്ളാഹു നിയമമാക്കിയിട്ടില്ലാത്ത വിധം പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക ദീനിൻ്റെ കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ, അത് തന്നെ വേണമെങ്കിൽ നമുക്ക് വിഭജിക്കാം. ഉദാഹരണത്തിന് ഇബാദത്തിൻ്റെ അസ്ലിൽ തന്നെ അടിസ്ഥാനപരമായി തന്നെ ഒരു ഇബാദത്ത് നിർമ്മിക്കുക, നിർദ്ദേശിക്കപ്പെടാത്ത ഒരു നമസ്കാരം നിർവഹിക്കുക, നിർദ്ദേശിക്കപ്പെടാത്ത ഒരു നോമ്പ് സ്വന്തമുണ്ടാക്കുക, അത് ഈ ഗണത്തിൽപ്പെടുന്നതാണ്. ഇപ്പോൾ ഖുതുബിയ്യത്ത് ചൊല്ലുന്ന ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തോട് ഇസ്തിഗാസ നടത്താൻ ഖുതുബിയ്യത്ത് സംഘടിപ്പിക്കുന്ന ആളുകൾ അതിനവർക്ക് ഒരു മര്യാദ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖുതുബിയ്യത്ത് ഉണ്ടാക്കിയ ആൾ 12 റക്അത്ത് നമസ്കാരം നിർവഹിക്കണമെന്നാണ്.
ബഅദ സ്വലാത്തി ഇസ്നതൈ അശ്റത മിൻ റക്അ മാൽ ഫവാത്തിഹി വൽ ഇഖ്ലാസി ബിൽ ഖളഅ. വളരെ ഭക്തിയോടെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് ഫാത്തിഹ പാരായണം ചെയ്ത് 12 റക്അത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം ഫൽയദു യാ അബ്ദുൽ ഖാദിർ ജീലാനി, യാ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് അയാൾ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നാണ് കുതുബിയത്ത് എഴുതിയ കായൽ പഠനത്തുകാരൻ സദഖത്തുല്ലാഹിൽ കാഹിരി കുതുബിയത്തിലൂടെ തന്നെ നിർദ്ദേശിക്കുന്നത്. പലയിടങ്ങളിലും ഈ കുതുബിയത്ത് നിർവഹിക്കുന്നവർ 12 റക്അത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ആരംഭിക്കുന്നത്. ഇങ്ങനെ അസ്ലിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഇബാദത്തുകൾ ബിദ്അത്തിന്റെ പ്രധാനമായ കാര്യങ്ങളിലൊന്നാണ്. നോമ്പ് പുതിയ സമ്പ്രദായമായി ഉണ്ടാക്കുക, അതുപോലെ പ്രത്യേകമായ ഉത്സവങ്ങൾ, ആഘോഷ ദിവസങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമോ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജന്മദിനമോ ആഘോഷിക്കുന്നവർ കേവലം ഒരു തീയതി കുറിച്ചു വെക്കാൻ വേണ്ടി മാത്രമല്ല അത് ആഘോഷിക്കുന്നത്. അത് മതത്തിലെ ഒരാചാരമാണ്, ഒരു പുണ്യകർമ്മമാണ് എന്ന നിലയ്ക്കാണ്, കൂലി കിട്ടുന്ന പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണെന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അസ്ലിൽ മതത്തിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കുക എന്നതിന് ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. മറ്റൊന്ന്, ആരാധനകളുടെ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ വല്ലതും വർദ്ധിപ്പിക്കുക. ഇപ്പം നബിയുടെ കാലത്ത് മുതൽ പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാര രീതി, ളുഹുർ നമസ്കാരം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടത് 4 റക്അത്ത്. ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ, നബിയൊക്കെ വലിയ മനുഷ്യരായിരുന്നു, അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു, അവരൊക്കെ നമസ്കരിച്ചതുപോലെ 4 റക്അത്ത് നമസ്കാരം കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധ്യമല്ല, നമുക്കിന്നു മുതൽ 4 റക്അത്ത് ളുഹുറിൻ്റെ പകരം 5 റക്അത്ത് നമസ്കരിക്കണം എന്ന് തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാവർക്കും അറിയാം എന്തായിരിക്കും ആളുകളുടെ പ്രതികരണമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കുന്നത് എന്നതും, കാരണം അത് മതമാണ്. മതത്തിൽ 4 റക്അത്താണ് നമസ്കാരം നിശ്ചയിക്കപ്പെട്ടതെങ്കിൽ, ളുഹുർ നമസ്കാരം 4ആയിട്ടാണ് നബി പഠിപ്പിച്ചതെങ്കിൽ ആ 4 മാത്രമാണ് നിർവഹിക്കേണ്ടത്. അവിടെ നമ്മുടെ ഒരു വർധനവിന് ഒരു ശുപാർശയോ വർധനവിന് ഒരു നമുക്ക് സമ്മതമോ മതം നൽകുകയില്ല. ഇതുപോലെ റമദാനിലാണ് നിർദ്ദേശിക്കപ്പെട്ട നോമ്പ്. നമ്മൾ തീരുമാനിക്കുകയാണ് ഷഅബാനിൽ ഒരു 15 ദിവസം ബാക്കിയുള്ളപ്പോൾ ഫർള് നോമ്പ് ആരംഭിക്കാം, എന്നിട്ട് ശവ്വാലിൽ ഒരാഴ്ചയോളമെങ്കിലും ആ ഫർള് തുടർന്നു കൊണ്ടുപോവാം. നബിയും സഹാബിമാരും വലിയ വലിയ മനുഷ്യന്മാരായിരുന്നു, പുണ്യം ഒരുപാട് വാരിക്കൂട്ടിയവരായിരുന്നു. നമുക്ക് പുണ്യങ്ങൾ കുറവായതുകൊണ്ട്, പാപികളായതുകൊണ്ട്, പാപം ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് ഒരു 3/4 മാസമെങ്കിലും അരമാസമെങ്കിലും റമദാൻ നോമ്പിൻ്റെ കൂടെ ഫർള് നോമ്പ് കൂട്ടാം എന്ന് തീരുമാനിക്കുന്നത് പോലെ ആരും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളുടെ പേരിൽ വാദകോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടിസ്ഥാനപരമായ ഈ വസ്തുതകളെ ആളുകൾ മറക്കുകയാണ്. ഇനി നിർദ്ദേശിതമായ നമസ്കാരത്തിൻ്റെ രൂപത്തിൽ ആളുകൾ സ്വീകരിക്കുന്ന ചില മാറ്റങ്ങൾ, പ്രാർത്ഥന, അതിന് നിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. യദഊന റബ്ബഹും തളർറുഅൻ വഖുഫ്യ, രഹസ്യമായി വിനീതരായി അവർ അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കും. ഖുർആൻ പറയും, ലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹ, പറ്റെ പതുക്കെയുമല്ല എന്നാൽ ഉച്ചത്തിലുമല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ഒബ്തഗി ബൈന ദാലിക സബീല, അത് രണ്ടിനും മധ്യേ ഒരു നിലപാട് നീ സ്വീകരിക്കണമെന്ന ഖുർആൻ്റെ കൽപ്പന. ഇത് അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരു പുതിയ രൂപം, ആർത്ത് വിളിച്ച് അട്ടഹസിച്ചു പ്രാർത്ഥിക്കുന്ന രീതി ചിലർ സ്വീകരിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പ്രവാചകനോടും മറ്റു സിദ്ധന്മാരോടും മരണപ്പെട്ടവരോടുമൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല.
അതുമാത്രമല്ല, നമ്മളൊരു പുതിയ സമ്പ്രദായം സ്വീകരിക്കുന്നത് പോലും ഈ വിഷയത്തിൽ ഗൗരവതരമായി നാം കാണേണ്ടതാണ്. ഇതുപോലെ സ്വന്തം കാര്യത്തിൽ ഒരാൾ സ്വീകരിക്കുന്ന തശദ്ദുദ്, ഒരാൾ പുണ്യത്തിന് വേണ്ടി തൻ്റെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഉറക്കൊഴിക്കാതെ, നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല വസ്ത്രം ധരിക്കാതെ, നല്ല വീട്ടിൽ താമസിക്കാതെ, വാഹനം ഉപയോഗിക്കാതെ ഒരാൾ തന്നെ തന്നെ പീഡിപ്പിക്കുകയാണ് ഒരു പുണ്യമാണെന്ന നിലയ്ക്ക്. അതും ഇത്തരത്തിലുള്ള ബിദ്അത്തുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. നബിയുടെ കാലത്തൊരു മനുഷ്യൻ വെയിലുകളുടെ കഥയുണ്ട്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം നാം ഓർക്കുന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് അയാൾക്ക്? ആളുകൾ പറഞ്ഞു, നബി, അയാൾ നേർച്ച നേർന്നതാണ്. എന്താണ് നേർച്ച? തണല് കൊള്ളില്ല, വെയിൽ കൊള്ളും, ആളുകളോട് സംസാരിക്കില്ല, മൗനമായിരിക്കും, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, പട്ടിണി കിടക്കും. ഇതാണ് അയാളുടെ നേർച്ച. റസൂലുള്ള പറഞ്ഞത്, അയാളോട് തണലിൽ ഇരിക്കാൻ പറയൂ, വെള്ളം കുടിക്കാൻ പറയൂ, ആളുകളോട് സംസാരിക്കാൻ പറയൂ, ശപഥം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കാനും പറയൂ എന്നായിരുന്നു നബിയുടെ നിർദ്ദേശം. വളരെ വ്യക്തമാണ് കാര്യം. ഇനി ഇബാദത്തുകൾക്ക് നാം ഒരു സമയം നിശ്ചയിക്കുക പ്രത്യേകമായി. റജബ് 27 പകല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നോമ്പ്, ഷഅബാൻ 15 പകല് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നോമ്പ്, ആ ഷഅബാൻ 15 റജബ് 27 അടയാളപ്പെടുത്തി നാം നോമ്പനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നതും ഇതേപോലെയുള്ള ബിദ്അത്തുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. പ്രത്യേകമായ സമയം നാം നിർണയിക്കുന്നത് ഈ ഗണത്തിൽപ്പെട്ടതാണ്. പൊതുവായി ബിദ്അത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിക നിയമം എന്താണ്? എല്ലാ ബിദ്അത്തുകളും ചില ആളുകൾ ഒരു വിഭജനം നടത്താറുണ്ട്. ബിദ്അത്തുകളിൽ നല്ലതുണ്ട്, ചീത്തയുമുണ്ട്. ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത് സയ്യിഅത്ത്, നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നിങ്ങനെ ബിദ്അത്തിനെ വിഭജിക്കുന്ന ആളുകളെ നാം കേൾക്കാറുണ്ട്. ചില കാര്യങ്ങളെ അത് നല്ല ബിദ്അത്താണ് എന്ന് വാദിക്കും. എന്നാൽ ബിദ്അത്തിനെ കുറിച്ച് ഇസ്ലാമികമായ അതേക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, നേരത്തെ ഭാഷാപരമായി എന്താണ് ബിദ്അത്ത് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാം. പുതിയ കാര്യങ്ങൾ, മതത്തിലെ ബിദ്അത്ത് എന്ന നിലയ്ക്ക് ബിദ്അത്തിനെ കുറിച്ച് നബിയുടെ പ്രഖ്യാപനം എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അതിലേതെങ്കിലും ഒന്ന് നല്ലതാണ്, ളലാലത്തിൽ നിന്ന് മുക്തമാണ്, മറ്റുള്ളതൊക്കെ ളലാലത്താണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. മഹാനായ ഇബ്നു റജബ് പറഞ്ഞതുപോലെ, ലാ യഖ്റുജു അൻഹു ശൈഉൻ വഹുവ അസ്ലുൻ അളീമുൻ മിൻ ഉസൂലിദ്ദീൻ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മഹത്തായ ഒരു അടിസ്ഥാന കാര്യമാണ്. അതിൽ നിന്ന് ഒന്നും പുറത്തു പോകുന്നില്ല. ദീനിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. ഒന്നും അതിൽ നിന്ന് മുക്തമല്ല. അവിടെ പിന്നീട് ആളുകൾ ഉണ്ടാക്കുന്ന സംശയമുണ്ട്. അതിലൊന്ന്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നമസ്കാരം പുനർജീവിപ്പിച്ചു എന്ന കാര്യമാണ്. സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം പള്ളിക്കരികിലൂടെ നടന്നു പോകുമ്പോൾ ചില ആളുകളുടെ നമസ്കാരം ശ്രദ്ധിച്ചു. കൊച്ചു സംഘങ്ങളായി ആളുകൾ നമസ്കരിക്കുന്നു. എല്ലാവരും വേർപിട്ടാണ് നമസ്കരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചെറിയ കൂട്ടങ്ങൾ കണ്ടു. ഓരോരുത്തരും അങ്ങനെ നമസ്കരിക്കുകയാണ്. പള്ളിയുടെ പല ഭാഗങ്ങളിലും നമസ്കാരം നടക്കുന്നുണ്ട്, തറാവീഹ് നമസ്കാരം. ഈ കാഴ്ച കണ്ടപ്പോൾ ഉമറിനൊരാശയം തോന്നി. അദ്ദേഹം ഓർത്തത് നബിയുടെ കാലത്ത് നിർവഹിക്കപ്പെട്ട ഒരു നമസ്കാരത്തെ പറ്റിയാണ്.
മഹദി ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ വെച്ച് ഒരു നമസ്കാരം നിർവഹിച്ചു, രാത്രി നമസ്കാരം. ആ നമസ്കാരത്തിന് അവിടുന്ന് ഇമാമ് നിന്നു. പിന്നിൽ ഒരുപാട് ആളുകൾ വന്നു ചേർന്നു. ആ നമസ്കാര വിവരം പിറ്റേന്ന് അറിഞ്ഞവർ ഓടി കൂടി. ഒരു വലിയ സംഘം ആളുകൾ നമസ്കാരത്തിന് വന്നു. അന്നും നബി ഇമാമായി നമസ്കരിച്ചു, തറാവീഹ് നമസ്കാരം. അത് കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസവും അങ്ങനെ നടന്നുവെന്നും ആളുകൾ ഒത്തുചേർന്നു, നബി വന്നില്ലെന്നും റിപ്പോർട്ടുകൾ കാണാം. എന്താണ് നബി വരാതിരുന്നത്? കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖശീത്തു അൻ തുഫ്റല അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ, നിങ്ങൾ ഈ അമിതമായ ആവേശം പ്രകടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മേൽ അള്ളാഹു ഇത് നിയമമാക്കി നിർബന്ധമാക്കിയാലോ എന്നെനിക്ക് പേടി തോന്നി. അങ്ങനെ തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്നൊരു നിർബന്ധമായ നിയമം വന്നാൽ നിങ്ങൾക്കത് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാനിത് നമസ്കാരം നിർത്തിക്കളഞ്ഞത് എന്ന് റസൂലുള്ള വിശദീകരിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ ഈ നമസ്കാരം പിന്നീട് നബി പുനഃസ്ഥാപിച്ചില്ല. സിദ്ദീഖിൻ്റെ കാലത്തും അത് പുനഃസ്ഥാപിക്കപ്പെട്ടില്ല. ഖലീഫ ഉമറിൻ്റെ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പുതിയ സമ്പ്രദായം എന്ന നിലയ്ക്കല്ല, നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ അദ്ദേഹം പുനർജീവിപ്പിച്ചു. അതാണ് ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 or 3 ദിവസം നമസ്കരിച്ചതുപോലെ തറാവീഹ് നമസ്കാരം പുനഃസ്ഥാപിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ പരിഷ്കാരം. ഉമർ റളിയല്ലാഹു അൻഹു 2 പേരെ ഇതിനു വേണ്ടി നിർദ്ദേശിച്ചു. മഹാനായ ഇമാം മാലിക് തൻ്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന സംഭവം, സായിബ് ബിൻ യസീദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം പ്രസിദ്ധമാണ്. അമറ ഉമറു ഉബയ്യ ബിൻ കഅബ് തമീം അദ്ദാരിയ അൻ യഖൂമ ലിന്നാസി ബിഇഹ്ദാ അശ്റത റക്അ. തമീം അദ്ദാരിയോടും ഉബയ്യ ബിൻ കഅബിനോടും ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, ജനങ്ങൾക്കായി റമദാനിൽ 11 റക്അത്ത് ഇമാമായി നമസ്കരിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഖലീഫ ഉമറിൻ്റെ കൽപ്പന പ്രസിദ്ധരായ 2 ഖുർആൻ പണ്ഡിതന്മാരോട്, 2 ഖുർആൻ ഓത്തുകാരോടാണ്. ഉബയ്യനോടും മഹാനായ ഉബയ്യ ബിൻ കഅബിനോടും തമീമുദ്ദാരിയോടും. അവരോട് നബി ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചത് ഇമാമായി നമസ്കരിക്കണമെന്നാണ്. സായിബ് ഇബ്നു യസീദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം മാലിക് തൻ്റെ മുവത്തയിൽ ഉദ്ധരിച്ച ഹദീസ്. ആ നമസ്കാരത്തിൻ്റെ നിർവഹണം കണ്ട് സംതൃപ്തിയോടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, നഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, എന്തൊരു നല്ല ബിദ്അത്ത് എന്ന്. ഈ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പദപ്രയോഗമാണ് നല്ല ബിദ്അത്തുണ്ട് എന്നതിന് തെളിവായി ഒരുപാട് ഉസ്താദുമാർ സ്വീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ബിദ്അത്തിനെ നാം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അടിസ്ഥാനപരമായി എന്താണ് ബിദ്അത്ത് എന്ന് പഠിച്ചാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രയോഗം മതത്തിലുള്ള ഒരു ബിദ്അത്ത് എന്നാണോ എന്ന് നമുക്ക് വ്യക്തമാകും. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് റസൂലുള്ള പറയുന്നു, എല്ലാ ബിദ്അത്തും ളലാലത്ത. എന്നാൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാത്ത പുതിയ സമ്പ്രദായമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നമസ്കരിച്ച ഒരു നമസ്കാരത്തെ നമുക്കെങ്ങനെ ബിദ്അത്ത് എന്ന് വിളിക്കാൻ പറ്റും? തീർച്ചയായും അത് അക്രമമാണ്. മുഹമ്മദ് റസൂലുള്ള തൻ്റെ ജീവിതകാലത്ത് നിർവഹിച്ച ഒരു സമ്പ്രദായത്തെ, ഒരാരാധനാ കർമ്മത്തെ പറ്റി നമുക്ക് ബിദ്അത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? സാങ്കേതികമായി തീർച്ചയായും പാടില്ല. അപ്പോൾ പിന്നെ നഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്ത് എന്ന് ഉമർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ പരിശോധന നടത്തിയത് സലഫി പണ്ഡിതന്മാർ മാത്രമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഒരുപാട് മഹാപണ്ഡിതന്മാർ സലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരുപാട് മഹാന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിലല്ല അതിശക്തമായി നഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്നത് സാങ്കേതികമായ ബിദ്അത്തല്ല, ഉമറിൻ്റെ വാക്കിലുള്ള ബിദ്അത്ത്, അത് ഭാഷാപരമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട്
ഗ്രന്ഥരചന നടത്തിയത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി എന്ന ഷാഫിഈ പണ്ഡിതനാണ്. അൽ ഫതാവൽ ഹദീസിയ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം ഇബ്നു ഹജറുൽ ഹൈത്തമി അൽ മക്കി എന്ന പണ്ഡിതനുണ്ട്. അദ്ദേഹം ഷാഫി മദ്ഹബിലെ ഒരു പ്രാമാണിക പണ്ഡിതനാണ്. അദ്ദേഹമാണ് നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന ഉമറിൻ്റെ വാക്ക്, ഇത് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതത്തിലുള്ള ഒരു പുതിയ സമ്പ്രദായം എന്ന അർത്ഥത്തിലല്ല, ഒരു പുതുമയുള്ള കാര്യം, കൗതുകകരമായ ഒരു കാര്യം എന്ന അർത്ഥത്തിലാണ്, തികച്ചും ഭാഷാപരമായി മാത്രമാണ് ഉമർ നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അനേകം വരികൾ എഴുതിയത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമി അൽ മക്കി എന്ന ഷാഫിഈ പണ്ഡിതനാണ്. അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് നല്ല ബിദ്അത്തുണ്ട് എന്നതിന് തെളിവായി ചിലർ എടുത്തു ധരിക്കുന്ന സംഭവം. മറ്റൊന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണമാണ്. വിശുദ്ധ ഖുർആൻ നബിയുടെ കാലത്ത് മുസ്ഹഫ് രൂപത്തിൽ 2 ചട്ടക്കുള്ളിൽ ആ മുസ്ഹഫ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അത് അബൂബക്കർ സിദ്ദീഖാണ് ക്രോഡീകരിച്ചത്. ആയതിനാൽ ഒരു നല്ല കാര്യം, ഒരു നല്ല സമ്പ്രദായം എന്ന നിലയ്ക്ക് ഒരു പുതിയ കാര്യം ചെയ്യുന്നത് നല്ല ബിദ്അത്ത് എന്ന നിലയ്ക്ക് നമുക്ക് സ്വീകരിക്കാം എന്ന് ചില ആളുകൾ ന്യായീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സിദ്ദീഖാണോ ഖുർആൻ ക്രോഡീകരിച്ചത്? അല്ല. വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം എന്ന് പറയുന്നത് ഇന്ന് ഖുർആനിൽ കാണുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓരോ സൂറകളുടെയും ആയത്തുകളുടെയും ക്രമം എന്തായിരിക്കണം, ആ ക്രമം സ്വീകരിച്ചത് ആരാണ്? ഓരോ തവണയും നബിക്ക് വഹയി വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്ന ഭാഗങ്ങൾ 40ഓളം വരുന്ന നബിയുടെ ഖുർആൻ എഴുത്തുകാരോട് ഇന്ന ആയത്തിനു ശേഷം ഇന്ന ആയത്ത് എഴുതി ചേർക്കണം എന്ന് നബി നിർദ്ദേശിക്കും. ഇന്ന സൂറയുടെ ശേഷം ഇന്ന സൂറ എഴുതി ചേർക്കണം എന്ന് അവിടുന്ന് നിർദ്ദേശിക്കും. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 40ഓളം എഴുത്തുകാർ എഴുതി വെച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ കോപ്പി അതു പക്ഷേ പരന്നു കിടക്കുകയായിരുന്നു. ചിലത് എല്ലിൻ കഷ്ണങ്ങളിലാണ്. ആ ക്രമമോ ആ ക്രോഡീകരണമോ അതിൻ്റെ കൃത്യമായ രൂപമോ നബിയുടേതുപോലുമല്ല, അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു നിർദ്ദേശിച്ച രീതിയിലാണ്. അത് എല്ലിൻ കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലും അതുപോലെ തന്നെ ഈന്തപ്പന ഓലകളിലും മടലുകളിലുമാണ് അത് എഴുതി സൂക്ഷിച്ചിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? അവയെല്ലാം ഒന്നാക്കി അതിനൊരു ഗ്രന്ഥരൂപം നൽകി. ഈ ഗ്രന്ഥരൂപം നൽകി എന്നത് മഹാനായ ഇമാം സുയൂത്തി വിശദീകരിച്ചതുപോലെ ഒരു പുസ്തകം, ബൈൻഡ് ചെയ്തൊരു പുസ്തകം, അതിൻ്റെ നൂലറ്റുപോയി. നൂലറ്റ് പേജുകൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേജുകൾ, ചിതറിക്കിടക്കുന്ന പേജുകൾ, ഒരാൾ പേജ് നമ്പർ നോക്കി ആ പുസ്തകം ആദ്യത്തേതുപോലെ യഥാവിധി ബൈൻഡ് ചെയ്താൽ അയാൾ ചെയ്ത പ്രവർത്തനം ഒരു പുതിയ പ്രവൃത്തിയാണ് എന്ന് വിശദീകരിക്കാമോ? എങ്കിൽ സിദ്ദീഖ് ചെയ്തതും ഒരു പുതിയ പ്രവൃത്തിയാണ്. അല്ല, ഇയാൾ ചെയ്തത് ആദ്യമുള്ളതുപോലെ അത് പുനഃസൃഷ്ടിച്ചു എന്നാണ് നമ്മുടെ വാദമെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് മുഹമ്മദ് നബിയുടെ കാലത്തുള്ള വിശുദ്ധ ഖുർആൻ ഒരു 2 ചട്ടക്കുള്ളിൽ ആക്കി എന്നത് മാത്രമാണ് സിദ്ദീഖ് ചെയ്തത്. ഒരു പുതിയ സമ്പ്രദായം ഒരിക്കലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ചില ആളുകൾ പറയാറുള്ളത് ഹദീസ് ക്രോഡീകരണം. നബിയുടെ കാലത്ത് ഒറ്റ ഹദീസ് പോലും എഴുതിയിരുന്നില്ലെന്നും എഴുത്തുകാരെ നബി വിലക്കിയിരുന്നെന്നും എഴുതരുതെന്ന് ഉപദേശിച്ചിരുന്നുവെന്നും ആയതിനാൽ ഈ ഹദീസ് എഴുതുക, ക്രോഡീകരിക്കുക എന്നൊക്കെ പറയുന്നത് പുതിയ സമ്പ്രദായമല്ലേ, അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്നാണ് ബിദ്അത്തുകളെ ന്യായീകരിക്കാൻ വേണ്ടി ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നബിക്ക് എഴുത്തുകാരുണ്ടായിരുന്നു ഖുർആനിന്. ആദ്യകാലത്ത് നബി ഖുർആൻ എഴുത്തുകാരോട് നിങ്ങൾ ഹദീസുകൾ എഴുതരുത്, ഖുർആൻ അല്ലാതെ എഴുതരുത് എന്ന് വിലക്കിയിരുന്നു. എന്നാൽ പിന്നീട് ആ വിലക്ക് എടുത്തു കളഞ്ഞു നബിയുടെ കാലത്തു തന്നെ. അതിനേറെ ഉദാഹരണങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്.
അതിന് പ്രധാനമായ തെളിവാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിസാസുമായും ബന്ധപ്പെട്ട് നബി നടത്തിയ ഒരു പ്രഭാഷണത്തിന് ശേഷം ഒരു യമനി എനിക്കത് എഴുതിത്തരൂ എന്ന് നബിയോട് പറഞ്ഞപ്പോൾ ഉക്തുബൂലി അബീഷാഹ്, അബൂഷാഹിന് നിങ്ങൾ എഴുതി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. അബ്ദുല്ലാഹിബിൻ അംറു ബിൻ അലാസ് എന്ന പ്രമുഖ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നൊരിക്കൽ പറഞ്ഞു, നബിയെ, എന്നോട് എൻ്റെ ആളുകൾ അങ്ങ് പറയുന്നതെല്ലാം എഴുതി വെക്കുന്ന സമ്പ്രദായം സ്വീകരിച്ച് എന്നെ ആക്ഷേപിക്കുന്നു. അവർ ചോദിക്കുകയാണ്, മുഹമ്മദ് ദേഷ്യം പിടിച്ചു വല്ലതും പറയുമ്പോൾ അതും നീ എഴുതി വെച്ചാൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അയാൾ കള്ളം പറഞ്ഞാലോ എന്ന് എന്നോട് ചില ആളുകൾ ആക്ഷേപപൂർവ്വം സംസാരിക്കുന്നുവെന്ന് അബ്ദുല്ലാഹിബിൻ അംറു ബിൻ അലാസ് റളിയല്ലാഹു അൻഹു നബിയെ ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ ദേഷ്യം പിടിക്കുമ്പോഴും സന്തോഷമുള്ളപ്പോഴും നുണ പറയാറില്ല. ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. അതുകൊണ്ട് ധൈര്യമായി നീ എഴുതിക്കൊള്ളുക എന്ന് അബ്ദുല്ലാഹിബിൻ അംറു ബിൻ അലാസിന് നബി അനുമതി നൽകിയതായ ഹദീസിൽ കാണാം. അതുപോലെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക ഏടുണ്ടായിരുന്നുവെന്നു ഇമാം ജാബിറിന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ലിഖിത രൂപത്തിലുള്ള ഹദീസ് രേഖകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നുമൊക്കെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഞാനിത് സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹദീസ് ക്രോഡീകരണം എന്ന ഒരു പുതിയ സമ്പ്രദായം നബിയുടെ കാലശേഷം ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നവർക്ക് യാതൊരു ന്യായീകരണവുമില്ല എന്ന് സൂചിപ്പിക്കാനാണ്. ഇനി ഈ ബിദ്അത്തുകൾ ഉണ്ടാവാൻ കാരണമെന്താണ് എന്ന പരിശോധനയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിദ്അത്തുകൾ ഉണ്ടായത് ഇസ്ലാമിക സമൂഹത്തിൽ? വിശുദ്ധ ഖുർആന്റെ ഒരു വചനം നമ്മൾ ഓർമ്മിക്കുന്നതാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീൽ. ഇതാണ് എൻ്റെ മാർഗം, ശരിയായ മാർഗം. നിങ്ങൾ ഈ മാർഗം പിന്തുടരണം, വിവിധ മാർഗങ്ങളെ പിന്തുടരരുത്. അതുവഴി നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും എന്ന ഖുർആനിക വചനം. ഇതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് റസൂലുള്ള പറഞ്ഞത്, ഓതി കേൾപ്പിച്ചത് സഹാബിമാർക്ക്. ഇബ്നു മസ്ഊദ് പറയുന്നത്, നബി ഞങ്ങൾക്കൊരു വര വരച്ചു തന്നു, നേരെ ഒരു രേഖ, നേർരേഖ. എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുള്ള, ഇതാണ് ദൈവമാർഗം. ഈ വരയ്ക്ക് അപ്പുറവും ഇപ്പുറവും ചെറിയ ചില വരകൾ നബി അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു സമാന്തരമായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദി സുബുൽ, ഇതാണ് വിവിധ മാർഗങ്ങൾ. ഈ മാർഗങ്ങളിൽ ഓരോന്നിലും പിശാച് കുടിയിരിക്കുന്നു. മനുഷ്യരെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ ഈ വഴികളിലെല്ലാം പിശാച് കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അവിടുന്ന് ഈ ഖുർആനിക വചനം ഓതി കേൾപ്പിച്ചു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ എന്ന വചനം. യഥാർത്ഥത്തിൽ പ്രധാനമായും ബിദ്അത്തുകൾ ഉണ്ടാവാനുള്ള കാരണം ആളുകൾ മതവിധികൾ അറിയാത്തവരായി മാറിയെന്നത്. മതത്തെക്കുറിച്ചുള്ള ജ്ഞാനമുള്ള ആളുകളൊക്കെ മരിച്ചുപോയി. പിന്നെ അറിവില്ലാത്തവർ മത നേതാക്കളായി വന്നു. ഈ അൽ ജഹ്ലു ബി അഹ്കാമി ദീൻ എന്ന് പണ്ഡിതന്മാർ പറയുന്ന മതവിധികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ബിദ്അത്തുകൾ കടന്നു വരാൻ കാരണമാക്കിയ കാര്യങ്ങളിലൊന്ന്. റസൂലുള്ള പറഞ്ഞല്ലോ, മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന കാലത്തെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ഇൽമിനെ, വിജ്ഞാനത്തെ അടിമകളിൽ നിന്ന് ഒന്നായി ഒന്നിച്ച് ഒട്ടാകെ ഉയർത്തിക്കൊണ്ടുപോവുകയല്ല ചെയ്യുക. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. പണ്ഡിതന്മാരെ മരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ വിജ്ഞാനത്തെ ഉയർത്തുക. മഹാപണ്ഡിതന്മാർ, വിവരമുള്ള ആളുകളൊക്കെ മരിച്ചുപോകും. ഹത്താ ഇദാ ലം യുബ്കി ആലിമൻ, പണ്ഡിതനായി ആരും അവശേഷിക്കാതിരിക്കുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല,
വിവരമില്ലാത്ത നേതാക്കന്മാരെ ആളുകൾ നേതാക്കളായി സ്വീകരിക്കും. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫദല്ലു വദല്ലു. അവരോട് ആളുകൾ വന്ന് ഫത്വ ചോദിക്കും. അവർ അറിവില്ലാതെ ഫത്വ കൊടുക്കും. അവർ തന്നെ വഴിപിഴച്ചു പോകും. അവർ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. ഇതാണ് റസൂലുള്ള പറഞ്ഞത്. അഥവാ പണ്ഡിതന്മാർ മരിച്ചു പോകും. പണ്ഡിതന്മാരുടെ മരണം വഴി ആളുകളിൽ നിന്ന് അറിവ് ഉയർത്തപ്പെടും. അങ്ങനെ അറിവില്ലായ്മ വന്നു ചേരുമ്പോൾ എന്താണ് സുന്ന, എന്താണ് ബിദ്അ എന്ന തിരിച്ചറിവില്ലാതെ ആളുകൾ അതിൽ അകപ്പെട്ടു പോകും എന്ന് നമുക്ക് താക്കീത് നൽകപ്പെടും. അള്ളാഹു തന്നെ പറഞ്ഞത് ഫഇല്ലം യസ്തജീബൂ ലക് ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്. രണ്ടാമത്തെ കാര്യം നമുക്ക് വേണമെങ്കിൽ ഇത്തിബാഉൽ ഹവ ആണെന്ന് പറയാം. സ്വേച്ഛയെ പിന്തുടരുക. തനിക്ക് തോന്നിയതുപോലെ താൻ പ്രവർത്തിക്കും. എനിക്ക് മറ്റുള്ളവരുടെ ആരുടെയും ഉപദേശം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുക. ഇതാണ് ഇത്തിബാഉൽ ഹവ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. നിനക്ക് അവർ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ, നീ പറഞ്ഞത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, അവർ അവരുടെ സ്വേച്ഛകളെയാണ് പിന്തുടരുന്നതെന്ന്. തൻ്റെ സ്വേച്ഛയെ അള്ളാഹുവിൽ നിന്നൊരു മാർഗദർശനവും ഇല്ലാതെ പിന്തുടരുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ വഅളല്ലഹു അല്ലാഹു അലാ ഇൽമ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്. സ്വന്തം ഇലാഹിനെ ഹവയാക്കിയവൻ, തനിക്ക് തോന്നുന്നതിനെ ദൈവമാക്കിയവൻ, അല്ലെങ്കിൽ തൻ്റെ ഹവയെ തന്നെ ദൈവമായി സ്വീകരിച്ചവൻ, അവനെ നീ കണ്ടില്ലേ? ഒരറിവുമില്ലാതെ അറിവോടുകൂടെ അറിഞ്ഞുകൊണ്ടു തന്നെ അള്ളാഹു അവനെ വഴിതെറ്റിച്ചു. അഥവാ അള്ളാഹു അയാളുടെ വഴിക്ക് അയാളെ തിരിച്ചുവിട്ടു. അവൻ്റെ കേൾവിക്കും അവൻ്റെ ഹൃദയത്തിനും അവൻ മുദ്ര വെച്ചു. നല്ലത് കേൾക്കാൻ കഴിയാതെ, നല്ലത് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അയാൾക്കുണ്ടായി. വജഅല അലാ ബസരിഹി ഗിശാവ. ആ കണ്ടുകൊണ്ട് നല്ലത് നോക്കിക്കാണാൻ കഴിയാത്ത വിധം അവിടെ ഒരു തരം മൂടി അവൻ ഉണ്ടാക്കി വെച്ചു. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്. അള്ളാഹുവിന് ശേഷം ആരാണ് പിന്നെ അയാളെ സന്മാർഗത്തിലാക്കാനുള്ളത്? ഇങ്ങനെ ഹവൻ നഫ്സിനെ, സ്വേച്ഛയെ പിന്തുടരുന്ന, ആര് പറഞ്ഞതും അംഗീകരിക്കാൻ താൻ തയ്യാറല്ല. അള്ളാഹു പറഞ്ഞതോ പ്രവാചകൻ പറഞ്ഞതോ എനിക്ക് ബാധകമല്ല, ഞാൻ വിചാരിച്ചതാണ് ശരി, ഞാൻ കരുതുന്നതാണ് ശരി എന്ന അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. അയാൾ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ഇതിൻ്റെ മറ്റൊരു കാരണം ആളുകളെ പക്ഷപാതപരമായി ആളുകളെ സ്വീകരിക്കുക എന്നതാണ്. പാരമ്പര്യങ്ങളെ സ്വീകരിക്കുക. ഇക്കാക്കന്മാർ പറഞ്ഞത് കേട്ടതാണ്, കാരണവന്മാരങ്ങനെ ചെയ്തു വന്നതാണ്, ഞങ്ങളുടെ പിതാമഹന്മാരുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ്, ഞങ്ങളുടെ ഷെയ്ഖുമാരും ഞങ്ങളുടെ മൗലാനമാരും പറഞ്ഞു തന്നതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോട് അസബിയത്ത് അത്തഅസ്സുബുലി ആറായിൽ ഉലമ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് സംക്ഷിപ്തമായി പറയാം. പണ്ഡിതാഭിപ്രായങ്ങളോട് ഏകപക്ഷീയമായി അത് അംഗീകരിക്കുന്ന നിലപാട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന. അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പിന്തുടരുക എന്ന് അവരോട് പറയപ്പെടുമ്പോൾ അവരുടെ മറുപടി ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന. ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്യുന്നതായി ഞങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ ഞങ്ങൾ അവരെ പിന്തുടരുകയാണ് എന്നവർ മറുപടി പറയും. ഇതാണ് പലപ്പോഴും ബിദ്അത്തുകൾ, സമൂഹത്തിൽ നടമാടുന്ന ബിദ്അത്തുകൾക്ക് ന്യായീകരണങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന്, കാഫിറുകളോട്, നിഷേധികളായ ആളുകളോടുള്ള സമവായി, അതെങ്കില്ലെങ്കിൽ അവരുടെ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതി. അബൂ വാഖിദ് ലൈസിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രസിദ്ധമായ ഹദീസ്, ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയം മറ്റു പലപ്പോഴും നാം ഓർക്കുന്ന ഒരു സംഭവം. ഹുനൈൻ യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബിയുടെ സഹാബിമാർ നബിയോട് ഒരാചാരം കണ്ടപ്പോൾ
ഞങ്ങൾക്കും അതുപോലെ വേണം എന്നാവശ്യപ്പെട്ടൊരു രംഗമുണ്ട്. ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു സിദ്ര, ഒരു മരം, ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൽ ഖുറൈശികൾ വാളുകൾ കൊളുത്തി വെക്കും. അവരുടെ വിശ്വാസം ഈ വാളുകൾ ഈ മരത്തിൽ കൊളുത്തി വെച്ചാൽ, ഈ പുണ്യവൃക്ഷത്തിൽ വാളുകൾ കൊളുത്തി വെച്ചാൽ ആ വാളുകൾക്ക് പ്രത്യേകമായ ശക്തി ഉണ്ടാകുമെന്നാണ്. ആ മരത്തോട് ഒരു മുശ്രിക്കും പ്രാർത്ഥിക്കുന്നതായി അവർ കണ്ടില്ല. വാള് കൊളുത്തി വെച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്യുന്ന പണി. നബിയോട് സഹാബിമാർ ആവശ്യപ്പെട്ടു, റസൂലെ ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. ഈ മുൾവൃക്ഷം, വാളുകൾ കൊളുത്തി വെക്കാനുള്ള ഈ വൃക്ഷം അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു വൃക്ഷം അങ്ങ് നിശ്ചയിച്ചു തരണം എന്ന് നബിയോട് സഹാബിമാർ ആവശ്യപ്പെട്ടു. റസൂലുള്ള പറഞ്ഞത്, അല്ലാഹു അക്ബർ, ഇന്നഹ സുനൻ ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത്ത് ബനൂ ഇസ്രായീൽ ലിമൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിയുടെ പ്രതികരണം. അല്ലാഹു മഹാൻ, നിങ്ങളിപ്പോൾ പറഞ്ഞത് വല്ലാത്ത വാക്കാണ്. ഇന്നഹ സുനൻ, പൂർവീകരുടെ നടപടിക്രമങ്ങളെ, സമ്പ്രദായങ്ങളെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമാണിത്. നിങ്ങൾ എന്നോട്, അള്ളാഹുവാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഇസ്രായേല്യർ പണ്ട് മൂസാ നബിയോട് പറഞ്ഞതാണ്. എന്താണ് ഇസ്രായേല്യർ മൂസാ നബിയോട് പറഞ്ഞത്? ആ സാമിരി എന്ന ചെക്കൻ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി, സ്വർണ്ണാഭരണങ്ങൾ തീയിലിട്ട് ഉരുക്കി, ഈ ലോഹങ്ങൾ ഉരുക്കി ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. ആ കാളക്കുട്ടി കാറ്റടിക്കുമ്പോൾ ആ കാള മുക്രയിടുന്ന ശബ്ദം പോലെ അതിനുള്ളിലൂടെ കാറ്റ് കടന്ന് പുറത്തു പോകുമ്പോൾ കാള മുക്രയിടുന്നത് പോലെ ഒരു ശബ്ദം. ഇതാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളെ അത് മറന്ന് മൂസ തേടിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമിരി ആ ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഹാറൂൻ നബി അന്തം വിട്ടുപോയി. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അവിടെ നിർത്തിക്കൊണ്ടാണ് മൂസാ നബി പോയത്. അവസാനം മൂസാ നബി തിരിച്ചു വന്നപ്പോൾ ഇസ്രായേല്യർ മൂസാ നബിയോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ച് തരൂ പൂജിക്കാൻ, ഒരു പൂജാ വിഗ്രഹത്തെ ഞങ്ങൾക്കും നിശ്ചയിച്ച് തരൂ എന്നാണ് മൂസാ നബിയോട് ഇസ്രായേല്യർ പറഞ്ഞത്. നിങ്ങൾ എന്നോട് അതുപോലെ പറയുകയാണോ എന്ന് മുഹമ്മദ് റസൂലുള്ള തൻ്റെ സഹാബിമാരോട് ചോദിച്ചു. എത്ര ഗൗരവമാണ് കാര്യം! എന്താണിവിടെ? പ്രാർത്ഥിക്കാൻ ഒരു മരം വേണമെന്നല്ല, ഞങ്ങൾക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ ഒരു വൃക്ഷം വേണമെന്നല്ല, ആ മരത്തിന് സുജൂദ് ചെയ്യാൻ, തൊട്ടുമുത്താൻ ഒരു മരം വേണമെന്നല്ല. വാളുകൾ കേവലം കൊളുത്തിവെച്ചാൽ അത്ഭുതകരമായി പ്രവർത്തിക്കും ആ വാളുകൾ എന്ന ഖുറൈശികളുടെ, മുശ്രിക്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കും ഒരു മരം വേണം, ഒരു പുണ്യവൃക്ഷം വേണമെന്നാവശ്യപ്പെട്ടതിന് ഇസ്രായേല്യർ ഒരു ദൈവത്തെ, പൂജാ വിഗ്രഹത്തെ ചോദിച്ചതിനോട് തുല്യമായിട്ട് നബി വിശദീകരിക്കുന്നത് ഈ കാര്യത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം അവരുടെ സമ്പ്രദായങ്ങളോട് തുല്യമായിട്ടുള്ള സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക, ആരാധനാപരമായ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട്, പൂജാവിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്ക് സമാനമായ നിലപാടുകൾ സ്വീകരിക്കുക. ഇതും പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. എന്തായിരുന്നു ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഈ ബിദ്അത്തുകളോടുള്ള സമീപനം? ഉമ്മു ദർദാ പ്രമുഖ സഹാബ വനിതയാണ്. അവർ പറഞ്ഞു, ഒരിക്കൽ അബു ദർദാ എൻ്റെ വീട്ടിൽ വന്നു കയറി. ഭർത്താവ് അബു ദർദാ ആകെ ക്ഷുഭിതനായി വീട്ടിൽ വന്ന ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, മാലക്, അങ്ങേക്ക് എന്ത് സംഭവിച്ചു? ഭാര്യയുടെ ചോദ്യത്തിന് മറുപടിയായി അബു ദർദാ പറഞ്ഞത്, വല്ലാഹി മാ അഅരിഫു ഫീഹിം ഷൈഅൻ മിൻ അംരി മുഹമ്മദിൻ ഇല്ലാ അന്നഹും യുസല്ലൂന ജമീഅ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഒന്നായി ജമാഅത്തായി നമസ്കരിക്കുന്നു എന്നതല്ലാതെ ഒരു കാര്യവും ഞാൻ അവരിൽ കാണുന്നില്ല. അവർ പള്ളിയിൽ കൂട്ടമായി ചേർന്ന് നമസ്കരിക്കുന്നുണ്ട് എന്നത് മാത്രം ബാക്കിയൊക്കെ പേച്ചു പോയിരിക്കുന്നു.
ഒരുപാട് വ്യതിയാനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നുവെന്ന് മഹാനായ അബൂദർദാ അദ്ദേഹത്തിൻ്റെ കാലത്ത് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാക്കും. ഒരു പ്രസിദ്ധമായ സംഭവം, പലവട്ടം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യം, നമുക്ക് റിപ്പോർട്ടർമാരെ ഒഴിവാക്കി ആ കാര്യത്തിൻ്റെ രത്നചുരുക്കം പറയാം. ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് മറ്റുള്ളവരോടൊപ്പം. എന്താണ് വിഷയം? പള്ളിയിൽ തൊട്ടുമുമ്പ് അവരൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച നല്ലതു തന്നെ, എനിക്കും തോന്നി നല്ലതാണ്. പക്ഷേ നബിയുടെ കാലത്ത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഞാൻ താങ്കളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രമുഖ ഖുർആൻ പണ്ഡിതനാണ് അബൂ മൂസ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രമുഖ പണ്ഡിതനാണ്, ഖുർആൻ പണ്ഡിതനാണ്. പച്ചയായി അവതീർണമായതുപോലെ നിങ്ങൾക്ക് ഖുർആൻ കേൾക്കണോ, അബ്ദുള്ളയിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്ന് അബ്ദുള്ളയുടെ ഓമനപ്പേര് പറഞ്ഞുകൊണ്ടാണ് നബി പറഞ്ഞത്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പള്ളിയിൽ വന്നപ്പോൾ അബൂ മുസൽ അശ്ശരി കണ്ട കാര്യം വിശദീകരിച്ചു കൊടുത്തു. പള്ളിയിൽ കുറച്ചാളുകൾ കൂട്ടം കൂടിയിരിക്കുന്നു, ഹൽക്ക. അവരുടെ കയ്യിൽ ചരൽ കല്ലുകളുണ്ട്. ഒരാൾ ലീഡർ പറയുന്നു സബ്ബിഹു മിയ, 100 വട്ടം സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്നതിനനുസരിച്ച് ചരൽ കല്ലുകൾ നീക്കി എണ്ണം പിടിക്കുന്നു. കബ്ബിറൂമിയ, 100 വട്ടം അല്ലാഹു അക്ബർ. ഹമ്മിദൂമിയ, 100 വട്ടം അൽഹംദുലില്ലാ. ഹല്ലിലൂമിയ, 100 വട്ടം അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴൊക്കെ ചരൽ കല്ലുകൾ നീക്കി എണ്ണം പിടിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടു. നബിയുടെ കാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്, സഹാബിമാർക്ക് പരിചയമില്ലാത്തത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവരോട് ചോദിച്ചു, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ് മാ അസ്റാ ഹൽഖതകും ഹൗലായി അസ്ഹാബുഹു മുതവാഫിറൂൻ വഹാദിഹി സിയാബു ലം തബ്ലു വആനിയതുഹു ലം തുക്സർ വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ല ഹി അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ് അവ മുഫ്തതിഹു ബാബ ലലാല ഖാല വല്ലാഹി അബാ അബ്ദുറഹ്മാൻ മാ അറദനാ ഇല്ലൽ ഖൈർ. ഏ ജനങ്ങളെ, നിങ്ങൾ എത്ര പെട്ടെന്ന് നശിച്ചു പോയി. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു. ഇതാ നബിയുടെ സഹാബിമാർ ധാരാളം ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രം ദ്രവിച്ചു പോയിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല. അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തേക്കാൾ, മുഹമ്മദ് നബിയുടെ മാർഗത്തേക്കാൾ സന്മാർഗ പൂർണ്ണമായിട്ടുള്ള ഒരു മാർഗമാണോ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? അതല്ല, ഒരു ലലാലത്തിൻ്റെ കവാടം നിങ്ങൾ തുറന്നു വെക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു. അവരുടെ മറുപടി, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദനാ ബിഹാ ഇല്ലൽ ഖൈർ. അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഇതുകൊണ്ട് ഖൈറേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവരുടെയും ന്യായീകരണം അതല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, സുബ്ഹാനല്ലാഹ് ചൊല്ലുകയല്ലേ, അള്ളാഹുവിനോട് തേടുകയല്ലേ, നമസ്കാരത്തിന് ശേഷമല്ലേ, ഖുർആനല്ലേ ഓതുന്നത് പുണ്യമല്ലേ? അത് മയ്യത്തിൻ്റെ അടുത്ത് വെച്ചാൽ ആയാൽ എന്താ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ ചൊല്ലുന്നത്? ഈ ചോദ്യങ്ങൾ എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ മറുപടി, വകം മുരീദിൽ ലിൽ ഖൈരി ലഹു ലൻ യുസീബഹു. ഖൈർ ഉദ്ദേശിക്കുന്ന എത്രയെത്ര ആളുകളാണ് ആ ഖൈർ നേടാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി, അദ്ദേഹത്തിൽ നിന്ന് കേട്ടതുകൂടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ഓർമ്മപ്പെടുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഖൗമ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹു. ഖുർആൻ ഓതുന്ന ചില ആളുകൾ വരും, അവർ നീട്ടി നീട്ടി ഖുർആൻ ഓതും. ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് അത് കീഴ്പോട്ടിറങ്ങുകയില്ല. അവർ ഖുർആൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ആ ഖുർആനും അവരുടെ ജീവിതവും ആ ഖുർആനും തമ്മിൽ ബന്ധമുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വരാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിലെ ഹൽക്ക പിരിച്ചുവിട്ടത്. ഇവിടെ ചില രസികന്മാർ ചോദിക്കാറുണ്ട്, കാവ എവിടെ? കാവയിൽ ശിർക്ക്, ബിദ്അത്ത്.
ചക്കരയിലാണോ, ശർക്കരയിലാണോ, ഗോതമ്പിലാണോ, വെള്ളത്തിലാണോ, തീ മൂട്ടുമ്പോൾ തീയിലാണോ, ചെമ്പിലാണോ, എവിടെയാണ് ബിദഅത്ത്, എവിടെയാണ് ശിർക്ക് എന്ന് ചോദിക്കുന്ന രസികന്മാരായ ഉസ്താദുമാരെ നാം കേൾക്കാറുണ്ട്. ഇത് മതമാണ്, തമാശയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്ന് മാത്രമേ അത്തരം ഗുരുനാഥന്മാരെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് ബിദ്അത്തുകൾ സമൂഹത്തിൽ ഉണ്ടായി വരുന്നതിൻ്റെ കാരണങ്ങളിൽ ചിലതാണ് നാം സൂചിപ്പിച്ചത്. അതിനെ പണ്ഡിതന്മാരെങ്ങനെ നേരിട്ടു എന്നതാണ് നമ്മളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിർത്താം. മഹാനായ ഇമാം മാലിക്കിനോട് ഒരാൾ മദീനയിൽ വെച്ച് ചോദിച്ചു, ഇമാം മിൻ ഐന ഉഹിരിം, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? ഇമാം മാലിക് പറഞ്ഞു, മിനൽ മീഖാത്തിൽ ലദീ വഖത്ത റസൂലുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തായി നിശ്ചയിച്ച, നബി ഇഹ്റാം ചെയ്ത മീഖാത്തിൽ നിന്ന്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അതത് വഴി നടന്നു വരുന്നവർക്ക് ആ വഴിയിലുള്ള പ്രത്യേക നിശ്ചിത സ്ഥലത്തിനാണ് മീഖാത്ത് എന്ന് പറയുന്നതെന്ന്. അപ്പോൾ മാലിക് പറഞ്ഞു, റസൂലുള്ള നിശ്ചയിച്ചു തന്ന, നബി ഇഹ്റാം ചെയ്ത മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്ന്. അയാൾ പറഞ്ഞു, ഫൈൻ അഹ്റംതു മിൻ അബഅദ മിൻഹു, നബിയുടെ മീഖാത്തിൽ നിന്ന് വളരെ ദൂരെ നിന്നും ഞാൻ ഇഹ്റാം ചെയ്താൽ എന്താ? മഹാനായി ഇമാം മാലിക് പറഞ്ഞു, ലാ ഉറാ ദാലിക്, എനിക്കങ്ങനെ നീ ചെയ്യുന്നതിൽ ഒരഭിപ്രായവും ഇല്ല. മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്താൽ എന്താണെന്ന ചോദ്യത്തിന് എനിക്കതിൽ അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖാല മാ തക്റഹു മിൻ ദാലിക്, എന്താണ് താങ്കൾക്ക് അതിൽ ഇത്ര വെറുപ്പ്? ഖാല അക്റഹു അലൈക്കൽ ഫിത്ന, ഞാൻ താങ്കളുടെ കാര്യത്തിൽ ഫിത്ന ഭയപ്പെടുന്നു എന്നായിരുന്നു ഇമാം മാലിക് പറഞ്ഞു. അയാൾ ചോദിച്ചു, അയ്യു ഫിത്ന ഫിസ്ദിയാദിൽ ഖൈർ, ഒരു പുണ്യം വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് ഫിത്ന എന്ന്. കാരണം നബി ചെയ്ത ഇഹ്റാം ചെയ്ത മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്നതിന് പകരം കുറേ ഇപ്പുറത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് മീഖാത്തിൽ എത്തുമ്പോൾ മുഹിരിമായി എത്തുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പം? ഇമാം മാലിക് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് ഓതിക്കൊണ്ട് അയാളെ താക്കീത് ചെയ്യുകയായിരുന്നു ഈ സമയത്ത്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ യുസീബഹും ഫിത്ന അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. വേദനയുറ്റ ശിക്ഷയോ കുഴപ്പമോ അവരെ പിടികൂടുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പന ധിക്കരിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നാണ് ഇമാം മാലിക് ആയത്ത് ഓതി കൽപ്പിച്ചത്. നബിയുടെ കൽപ്പനയും നബിയുടെ പ്രവർത്തനങ്ങളും ലംഘിക്കാനുള്ള ഈ പ്രവണത, ലംഘിക്കുക എന്ന ഈ പ്രവണത, അതിനുള്ള ആഗ്രഹം ഫിത്നയാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, വഅയ്യു ഫിത്നത്തിൻ അഅ്ലം മിൻ അന്നക ഖുസ്സിസ്ത ബിഫളലിൻ ലം യഖ്തസ്സ ബിഹി റസൂലുള്ളാഹ്. നബിക്ക് ചെയ്യാൻ കഴിയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പുണ്യം താങ്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന ഈ ഭാവമുണ്ടല്ലോ, ഇതിലും വലിയ കുഴപ്പമെന്താണ് എന്നായിരുന്നു ഇമാം മാലിക്കിൻ്റെ ചോദ്യം. നബിക്ക് ആ പുണ്യം ചെയ്യണമെന്ന് തോന്നിയില്ല. നബി മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്തത്. എന്നാൽ മീഖാത്തിൽ എത്തും മുമ്പ് ഇവിടെ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോയാൽ എന്താ കുഴപ്പം? അപ്പോഴാണ് ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി, നബിയുടെ കൽപ്പന ധിക്കരിക്കുന്നവർ ശ്രദ്ധിച്ചുകൊള്ളട്ടെ, അവർക്ക് കുഴപ്പം വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് കുഴപ്പമാണ്? അപ്പോഴാണ് ഇമാം മാലിക് പറഞ്ഞത്, നബിക്ക് കിട്ടാത്ത ഈ പുണ്യം നേടാനുള്ള താങ്കളുടെ ഈ ത്വര, അതിലും വലിയ കുഴപ്പം എന്താണ് എന്ന്. നാം ശ്രദ്ധിക്കേണ്ടത്, ബിദ്അത്ത് ഏത് വിധേനയായാലും ആപത്താണ്. ബിദ്അത്തിന് മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞതുപോലെ ഒരു പ്രത്യേകമായ അവസ്ഥയുണ്ട്. ഒരു പാപം ചെയ്ത മനുഷ്യന് കുറ്റബോധമുണ്ടാകും. ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ അയാൾ പശ്ചാത്തപിച്ചെന്ന് വരും. നേരെ മറിച്ച് ബിദ്അത്ത് ചെയ്യുന്നവനോ ഒരിക്കലും പശ്ചാത്തപിക്കില്ല. പിശാച്ചിന് ഏറ്റവും ഇഷ്ടം, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്തുകാരോട്. കാരണം ബിദ്അത്ത് ചെയ്യുന്നവൻ ഇത് പുണ്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കാര്യം ചെയ്യുന്നവന് ആ കാര്യത്തിൽ കുറ്റബോധമുണ്ടാവില്ല. പുണ്യമല്ലേ പുണ്യമല്ലേ എന്ന പാട്ട്, പുണ്യമല്ലേ പുണ്യമല്ലേ എന്ന സാരോപദേശമാണ് അയാൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പുണ്യമാണെന്ന് വിചാരിച്ച് അയാൾ നടപ്പാക്കുന്ന ഈ സമ്പ്രദായങ്ങൾ
അയാൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതെ മരിച്ചു പോകും. അതാണ് പിശാച്ചിന് ബിദ്അത്തുകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. സാധാരണ മഅസിയത്തുകളോടുള്ളതിനേക്കാൾ ഇഷ്ടം പിശാച്ചിന് ഈ ബിദ്അത്തുകളോടാണെന്ന് പറയുന്നത്. ബിദ്അത്തുകളുടെ കാര്യം അപകടകരമാണ്. നാം കരുതിയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ, ആചാരങ്ങളിൽ മതാചാരം എന്ന നിലയ്ക്ക് ഒരു പുതിയ സമ്പ്രദായം മതത്തിൻ്റെ പേരിൽ കൂട്ടിച്ചേർക്കുക എന്ന ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അത്തരം ബിദ്അത്തുകളുടെ കാര്യം ഗൗരവത്തോടെ തന്നെ കാണാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ബിഫദ്ലിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.